പ്രത്യേകമായിട്ട് ചെയ്തൊരു പരിപാടിയുണ്ട്. നമ്മുടെ വാർഡിലെ ശുചിത്വത്തിൻ്റെ പേരിൽ ഒരു സമ്മാന പദ്ധതി നടത്തി. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്ന വീട്ടുകാർക്ക് നമ്മളൊരു സമ്മാനം കൊടുത്തു. അതായത് നല്ല നല്ല സമ്മാനം കൊടുത്തത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ, അത് 5 വീട്ടുകാർക്കും നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ ഹരിതകർമ്മ സേനനെയാണ് അത് ഏൽപ്പിച്ചത്. നിങ്ങൾ ഈ വേസ്റ്റ് പൊറുക്കാൻ പോകുമ്പോൾ വീടിൻ്റെയും പരിസരത്തും, വീടിന് മാത്രമല്ല വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയുള്ള വീട് കാണുന്ന ലിസ്റ്റ് നിങ്ങൾ തരണം, എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഞങ്ങൾ നോക്കിക്കോളാറുണ്ട്. അങ്ങനെ അവർ ലിസ്റ്റ് തന്നപ്പോൾ 15 ആളുകളെ ലിസ്റ്റ് തന്നു. അപ്പോൾ 15 ആളെ നമുക്ക് 5 ആളുകൾക്ക് ഞാൻ സമ്മാനം കരുതിയിരുന്നത്. അതിന് തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് വരും, 5000 രൂപയോളം അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 5000 രൂപ ഞാൻ നമ്മളെ ജനത സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കുന്നംപുറത്ത്, ഗഫൂറാക്ക അറിയും, നമ്മളെ മച്ചിങ്ങൽ ഗഫൂറാക്കാനോട് പറഞ്ഞു, ഗഫൂറാക്ക ഞാൻ എൻ്റെ വാർഡിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, എന്നാൽ ആ സമ്മാനം എൻ്റെ വകാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, കുന്നംപുറം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മളെ ജനത ഹൈപ്പർ മാർക്കറ്റില്ല, അവിടുത്താണ് നമുക്ക് എന്ത് ചെയ്ത് ആ കുക്കർ തന്നത്. അപ്പോൾ നമ്മളെ അതും മൂപ്പരെ ആ ഒരു മനസ്സ്. അപ്പം ഇന്നിവിടെ ആ സംഭവം നമ്മൾ നറുക്കെടുപ്പ് എടുത്തു. അതിലിവിടെ നിന്ന് നമ്മൾ ആശംസക്ക് വന്ന എക്സൽ കോളേജ് അറിയാം, മുല്ലപ്പടിയിലെ ഷിയാബ് മാഷ്. അപ്പോൾ ഷിയാബ് മാഷക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഷിയാബ് മാഷ് പറഞ്ഞു, ഈ പരിപാടി തന്നെ നന്നായിട്ടുണ്ട്, ഒരു വാർഡിലും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ബാക്കിയുള്ള 10 ആൾക്ക് എൻ്റെ വക ഒരു സമ്മാനം. അങ്ങനെ മൂപ്പര് ഇന്ന് എന്ത് ചെയ്തു, രാവിലെ ആ സമ്മാനം പറഞ്ഞു, ഒന്ന് വൈകുന്നേരം മൂപ്പര് ആ സമ്മാനവുമായി 10 വീട്ടുകാർക്കുള്ള സമ്മാനവുമായിട്ട് വന്നു. നമ്മൾ ഇന്നിവിടെ കുറേ ആളുകൾക്ക് കൊടുത്തു, ഇവിടെ വന്ന ആളുകൾക്കൊക്കെ കൊടുത്തു. ബാക്കി കുറച്ച് അവിടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, നാളെ അവരെ വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അത് എന്തിനാണ് നമ്മളത് നടത്തുന്നത്? നമ്മുടെ വീടും പരിസരവും ശുദ്ധിയായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ആരോഗ്യവും അതോടൊപ്പം തന്നെ നന്നാവും. നമ്മുടെ മക്കളുടെ ആരോഗ്യം നന്നാവും. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കുകൾ, ഇതൊക്കെ അവിടെ നശിക്കാതെ കിടക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കല്ല, നമ്മുടെ വരുന്ന തലമുറക്കാണ്. നമ്മളൊക്കെ ഇനി എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോകും, പക്ഷെ നമ്മുടെ ശേഷം വരുന്ന മക്കൾക്കും ഇവിടെ ഇതുപോലെ ജീവിക്കാൻ കഴിയണം. അപ്പോൾ ആ ശുചീകരണക്കാണ് വരുന്ന സമയം, അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാ വീട്ടുകാർക്കും സമ്മാനം വാങ്ങണം. അപ്പോൾ എല്ലാ വീട്ടുകാരും എന്ത് ചെയ്യണം, ഇതുപോലെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് കൊണ്ടു